ഓക്കെ, എല്ലാവർക്കും കേൾക്കാന്ന് വിചാരിക്കുന്നു. അപ്പം എന്റെ പേര് ശില്പ. ഞാനാണ് നിങ്ങൾക്ക് സോഷ്യോളജി വിഭാഗങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സോഷ്യോളജി ഓഫ് കിൻഷിപ്പ്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുത്വം എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം. അതുപോലെ തന്നെ അതിന്റെ കോഡ് എന്ന് പറയുന്നത് BSOC 109. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയുന്നത് കുറച്ച് 4 ബ്ലോക്കുകളായിട്ടാണ് ഇതിൻ്റെ അകത്തെ സബ്ജക്റ്റുകളിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതായത് ഈ കിൻഷിപ്പിനെ കുറിച്ചുള്ള ബേസിക് കോൺസെപ്റ്റ്സ്, അതിൻ്റെ അകത്ത് മാരേജ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടും. പിന്നെ വരുന്നത് ഡിസെന്റ് അപ്രോച്ച് ആണ്. അത് നെക്സ്റ്റ് ബ്ലോക്ക് 2-ലാണ് വരുന്നത്. അതിനുശേഷം അലയൻസ് എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗം വരുന്നുണ്ട് ഫോർത്ത് ചാപ്റ്റർ ആയിട്ട്. പിന്നെ ഫിഫ്ത്ത് ചാപ്റ്ററിൽ കൾച്ചറൽ അപ്രോച്ച് ആണ് വരുന്നത്, അതായത് കിൻഷിപ്പിനെ കുറിച്ചുള്ള കൾച്ചറൽ അപ്രോച്ച്. അതിനുശേഷം ബ്ലോക്ക് 3-ല് ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് ആണ് വരുന്നത്. സിക്സ്ത് ചാപ്റ്റർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ ആണ്. 7th ചാപ്റ്ററിൽ കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഡയമെൻഷൻ. അപ്പൊ നമുക്കറിയാം ക്ലാസും അതുപോലെ തന്നെ കാസ്റ്റും ജെൻഡറും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡയമെൻഷൻസും കാര്യങ്ങളുമാണ് 7th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 8th ചാപ്റ്ററിൽ റീ ഇമാജിൻ ഫാമിലീസ് ആണ്. അപ്പൊ ഫാമിലീസിനെ കുറിച്ചും, ഫാമിലി എന്ന് പറയുന്നതും കിൻഷിപ്പിന്റെ മറ്റൊരു ഭാഗത്തിൽ പെടുന്നതാണ്. അപ്പം അതിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ നമുക്ക് 8th ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 9th ചാപ്റ്ററിൽ ലേറ്റർനെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 10th കിൻഷിപ്പ് ആൻഡ് ജെൻഡർ. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബന്ധുത്വമാണ്. ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് ലിംഗസമത്വം അതുപോലെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം ജെൻഡർ എന്ന് പറയുന്നത് ലിംഗമാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കാനുള്ളത് 10th ചാപ്റ്ററിലാണ്. അടുത്തത് വരുന്ന 11th ചാപ്റ്ററിൽ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആൻഡ് കിൻഷിപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 12th ചാപ്റ്ററിൽ പോപ്പുലർ കൾച്ചർ ആൻഡ് റീ ഇമാജിനിങ് കിൻഷിപ്പ് ആണ്. കിൻഷിപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 12th ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ സബ്ജക്റ്റിലുള്ളത്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് കിൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസ്. അപ്പൊ കിൻഷിപ്പിനെ കുറിച്ച് ഏതൊക്കെ സ്റ്റഡീസ് ആണ് നടന്നിട്ടുള്ളത്, ഏതൊക്കെ സോഷ്യോളജിസ്റ്റുകളാണ് കിൻഷിപ്പിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ, ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. There are many sociologists and anthropologists like Peter G. Murdoch, Radcliffe Brown, Levi-Strauss, Edmund Leach, Airavati Karve, K.M. Kapadia, who have contributed a lot in kinship studies. അപ്പോൾ ഇത്ര ആന്ത്രപ്പോളജിസ്റ്റുകളാണ്, അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റുകളൊക്കെയാണ്. ഇവര് കിൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളുമാണ്. നമുക്കറിയാം റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചും ലെവി സ്ട്രോസിനെ കുറിച്ചും അതുപോലെ തന്നെ ഐരാവതി കാർവേനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കിൻഷിപ്പ് സ്റ്റഡീസിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. We will first understand the concept of kinship. Kinship can be defined as a relationship which is based on marriage or blood ties. അപ്പോൾ മാരേജ് വഴിയും അതുപോലെ തന്നെ രക്തബന്ധത്തിലൂടെയും നമുക്ക് ബന്ധുക്കളെ സൃഷ്ടിക്കാനാവും, അല്ലെങ്കിൽ ബന്ധുത്വം നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ഒന്നെങ്കിൽ വിവാഹത്തിലൂടെയോ അല്ലെങ്കിൽ രക്തബന്ധം വഴിയോ ബന്ധുക്കളാകുന്നവരെയാണ് നമ്മളെ ബന്ധുത്വം വഴി നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നത്. Kinship can be defined as a relationship which is based on marriage or blood ties. The kinship system not only establishes relationship but also assign roles and status which governs the behavior of the people. According to Murdoch, kinship can be defined as a structured system of kinship is which kin are bound to one another by interlocking ties. This chapter deals with the kinship as viewed by different scholars and about the Western and Indian kinship studies. Okay, kinship studies, Western perspective. അപ്പോൾ കിൻഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങൾ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കാഴ്ചപ്പാടിലൊക്കെ എങ്ങനെയാണെന്നാണ് ഇവിടെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The beginning of the studies on kinship can be marked by the work of Morgan in 1875. After that, there are many ways of studying kinship that have emerged over the years.
There have been analysis of kinship termed and then the study of differences and similarities between societies across the world. The kinship studies in the year 1960s saw a shift towards study of rules of descent, marriage, kinship terminologies due to efforts of Schneider, Edmund Leach, and others. And by 1970s, kinship studies did not occupy the same importance in anthropology as it did in the earlier studies. ഓക്കെ, കിൻഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നമുക്ക് വളരെ വൈകി തുടങ്ങിയ ഒന്നാണ്. കിൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വിവാഹം വഴിയോ അല്ലെങ്കിൽ രക്തബന്ധം വഴിയോ ബന്ധുക്കളായി തീരുന്നവരെയാണ് നമ്മൾ കിൻഷിപ്പ് വഴി നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ലെവിസ് എച്ച് മോർഗൻ അതിനെക്കുറിച്ച് കിൻഷിപ്പിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നതാണ് താഴെ പറയുന്നത്. Morgan studied about the evolution of kinship and marriage in his book Ancient Society, published in 1877. According to him, the terms related to kinships contained the key of unwind the kinship system of any society. There were many samples that were collected by Morgan from American Indian tribes. He made the comparison with the Asian societies. In his work, Ancient Society, he made an effort to explain the emergencies of family, property, and government. He was interested in the research on American Indian tribe of Iroquois and opened that the kinship system was based on biological descent. He added that the family and marriage were based of making sure about the continuity of mankind. He also wrote that the marriage rules govern the family organization, that the growth of family. Morgan is famous for his contribution of classificatory and descriptive system of kinship. ബോക്സ് 1 പറയുന്നത് ക്ലാസിഫിക്കറ്ററി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം ഓഫ് kinshipനെ കുറിച്ചാണ്. In the classificatory system of kinship, the same term is used for direct and collateral kin. Collateral kin means the father's brother or father's sister or mother's sister or mother's brother. Morgan stated that the descriptive system uses different terms for lineal and collateral kin. That is, mothers and mother's sister are referred to by different kin terms. There are many kinship groups in which different terms are used. For parallel cousins, example, children of the same sex sibling or of parent. For example, father's brothers, children are parallel cousins or close cousins. Example, children of opposite sex, sibling of parent. For example, children of mother's brother, children are close cousins. അപ്പൊ ക്ലോസ് കസിൻസും പാരലൽ കസിൻസും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ സെയിം, അതായത് അമ്മയുടെ സഹോദരിയുടെയും അമ്മയുടെ സഹോദരിയും അവരുടെ മക്കളും ഒക്കെ ഏകദേശം ഒരേ രീതിയിൽ അവര് ഒരു പാരലൽ കസിൻസ് അല്ലെങ്കിൽ ക്ലോസ് കസിൻസ് എന്നൊക്കെയാണ് നമ്മൾ അവരെ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയുള്ള ബന്ധുക്കളുണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ സഹോദരങ്ങളും അച്ഛന്റെ സഹോദരങ്ങളുടെ മക്കളും ഒക്കെ ഒരേ രീതിയിലുള്ള ഒരേ കസിൻസ് ആണെന്നായിട്ട് അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചില മതങ്ങളിൽ അല്ലെങ്കിൽ ചില ജാതികളിലൊക്കെ നമ്മുടെ സഹോദരന്റെ മകളെ അല്ലെങ്കിൽ സഹോദരന്റെ മകൻ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുന്ന ചില ചടങ്ങുകളും അല്ലെങ്കിൽ ചില വിവാഹ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഓരോ ഭാഗം ആളുകളുടെ വിശ്വാസവും അതുപോലെ തന്നെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകാതിരിക്കാനൊക്കെയുള്ള ഒരു വഴിയൊക്കെയായിരുന്നു. അപ്പം സ്വന്തം സഹോദരിയുടെ മകളെ വിവാഹം ചെയ്യുന്നത് അത് അവർ രക്തബന്ധത്തിലല്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അന്ന്. കാരണം സഹോദരന്റെ മകനും അതുപോലെ തന്നെ സഹോദരിയുടെ മകളും തമ്മിലുള്ള വിവാഹങ്ങൾ അക്കാലത്തൊക്കെ ചില കാലങ്ങളിലൊക്കെ അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇന്നത് അംഗീകരിക്കുന്നില്ല. കാരണം അത് ബ്ലഡ് റിലേഷൻസ് ആണ്. അപ്പം അത് DNA ഒക്കെ 7 തലമുറ വരെ നമുക്ക് DNA-യിലൊക്കെ ഒരേപോലെ വ്യത്യാസം വരാതെ നിൽക്കും. അതുകൊണ്ട് അതൊക്കെ 7 തലമുറ വരെ രക്തബന്ധത്തിലുള്ളവരാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, രക്തബന്ധത്തിലുള്ള ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ചില കുഴപ്പങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബ്ലഡ് റിലേഷനുള്ള മാരേജുകൾ ഇപ്പോൾ അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ അത് പൊതുവെ നിർത്തലാക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷെ കുറച്ച് കൺട്രീസിലൊക്കെ, ചില കൺട്രീസിലൊക്കെ ഇപ്പോഴും ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AR റാഡ്ക്ലിഫ് ബ്രൗണിന്റെ അഭിപ്രായത്തില് കിൻഷിപ്പിനെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് കാണാനുള്ളത്.
According to Radcliffe Brown, the term kinship system is used to denote relationship that occurs due to marriage and affinity. He added that the elementary family consists of man, wife, and their children, and there is a man with several wives in a compound family. He stated that in any given society, a certain number of these relationships are known for social purposes. As per the studies conducted by Radcliffe Brown, the kinship system refers to a network of social relations that is expressed through the family, clan in lineage groups of moieties. He stated that the differences between clan and lineage is that the clan is a group of people who are believed to belong to a kin group of the on the basis of the ancestors who they may or may not have existed. The lineage consists of people who can trace back their ancestry to the common ancestor. Radcliffe Brown opinioned that the kinship numeroculture is an important part of the kinship system and also a part of language. He also mentioned about the category within which several relatives of a single person can be grouped, or in other words, a single term is used to refer to a category of relatives. For example, the category of uncle, which can be used both for mother's brother and father's brother. According to Radcliffe Brown, the cultural of uncle also depicts the social relationship where there is no particular differences in the relationship on the nephew. With these parallel or maternal uncle aunt, in India, the terms are created according to age, gender, and seniority, as well. We know in the case of father's elder brother and younger brother. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണും കിൻഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബഹുഭാരിത്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിലുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. കാരണം നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ഒരു പുരുഷന് ഒരുപാട് ഭാര്യമാര് അനുവദനീയമായിരുന്നു. അതുപോലെ തന്നെ ചില മതങ്ങളിലൊക്കെ ഇപ്പോഴും ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ നിയമപരമായി വിവാഹം കഴിക്കാനുള്ള അവകാശങ്ങൾ അവർക്ക് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചില മതങ്ങളൊക്കെ അത് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. കാരണം ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ചില മതങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. കാരണം അതാണ് കൂടുതൽ അനുയോജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പഴത്തെ കാലത്തൊക്കെ ഒരു പുരുഷന് ഒന്നിൽ അധികം സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നായർ കുടുംബങ്ങളിലൊക്കെയുള്ള മാരേജ് സിസ്റ്റം നമുക്കറിയാവുന്നതാണ്. അവിടെയൊക്കെ സ്ത്രീകൾ, അതായത് മരുമക്കത്തായമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്ന് നായർ തറവാടുകളിലെ സ്ത്രീകളെ സംബന്ധം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അവർ വിവാഹത്തിനല്ല, സംബന്ധം എന്നാണ് അവർ പറയപ്പെടുന്നത്. നമ്പൂതിരിമാരായ പുരുഷന്മാരെ സംബന്ധത്തിലൂടെയാണ് അവര് ഭർത്താക്കന്മാരായി സ്വീകരിച്ചിരുന്നത്. അവരവരുടെ നായർ സ്ത്രീകൾ അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ മാരേജ് സിസ്റ്റംസ് ഒക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ കിൻഷിപ്പ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ബന്ധുത്വത്തെ കുറിച്ച് വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ പഠനങ്ങളിലൂടെ കൊണ്ടുവരുന്നത്. ഇനി ക്ലൗഡ് ലെവി സ്ട്രോസിന്റെ പഠനങ്ങളാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ക്ലൗഡ് ലെവി സ്ട്രോസ് ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ടൈസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു മാരേജ് ആൻഡ് അലയൻസ്. He opinioned in his work Elementary Structures of Kinship about the principles of exchange of women through marriage and stated that every society had its own distinct kinship system. He believed that the kinship system in each society was to be separated from other aspects of the society according to the study conducted by Levi-Strauss. The kinship system marriage rules and descent groups contains coordinate wall, the function of which is not to ensure the primacy of the social group by many means of intertwining continuous and affinal ties. Levi-Strauss stated that the basic unit of kinship was siblingship, which comes from the relationship between two siblings. Levi-Strauss opened that the kinship system of societies is based on certain universal elements of organizational structures such as prohibition of incest, exogamy, precedence after marriage, etc. He added that the marriage is the key in the system of kinship and reproduction is an essential part of the
സിസ്റ്റം. ഇനി ജാക്ക് ഗുഡി എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ വർക്കിൽ കിൻഷിപ്പിനെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. Jack Goody, in his work, The Oriental, The Ancient and the Primitive, focus on the kinship and marriage is pre-industrial societies in Eurasia. Goody studied about the idea of marriage and the role of women in agrarian societies. ഹലോ മിസ്സേ, പറഞ്ഞോളൂ. ഇപ്പൊ വായിച്ച പാരഗ്രാഫ് ഒന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറയാവോ? മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തരാവോ? ഓക്കെ ഓക്കെ. നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ഏതാണെന്ന് അറിയാവോ? സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ വായിച്ച പാരഗ്രാഫ്. ഓക്കെ, ജാക്ക് ഗൂഡി ആണോ? ഹലോ. ഓക്കെ, ജാക്ക് ഗുഡി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കിൻഷിപ്പിനെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം ക്ലൗഡ് ലേവി സ്ട്രെസ് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ നമ്മുടെ എയർ ആർട്രിഫ് ബ്രൗണും ഒക്കെ കിൻഷിപ്പിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളും അതുപോലെ തന്നെ അവരുടെ വീക്ഷണങ്ങളുമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഇപ്പം Good studied about the idea of marriage and role of women in agrarian societies in Asia and concluded that the perceived role of women in these agrarian societies is seen to differentiate these societies from the Western societies. He proclaimed that marriage women in patrilineal societies in the East have moral and material rights in their natal home. He studied that the gender inequality does exist in Asian parental societies, but the differences between them and the Western societies are not so wide. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പഴയ അതായത് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ സൊസൈറ്റീസ്. അതായത് കേരളീയ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെന്റ് ആണ്. അവിടുത്തെ കിൻഷിപ്പും കാര്യങ്ങളും വളരെയധികം ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ബഹുപാരിത്യം അതുപോലെ തന്നെ മറ്റ് പല രീതികളും അതുപോലെ നായർ സമുദായത്തിലൊക്കെയുള്ള മാരേജ് സിസ്റ്റം ഒക്കെ വളരെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ഈ പാശ്ചാത്യ സോഷ്യോളജിസ്റ്റുകൾക്ക് അതുപോലെ തന്നെ പാശ്ചാത്യ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം അവിടെയൊക്കെ ഏകഭാരതവും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാരേജ് സിസ്റ്റം ഒക്കെയാണ് നിലനിന്നിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. Goody stated that the analysis of kinship system is not complete without examining in its references to the mode of production, influences of state of judiciary and religion of the society under study. Okay. ഇനി ഡേവിഡ് മോറെ ഷെനൈഡർ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഓരോ പാരഗ്രാഫ് വീതം നമുക്ക് തർജ്ജമ ചെയ്ത് പോകാനുള്ള സമയമില്ല. അപ്പം നമ്മളിത് ഒത്തിരി ഉണ്ട് ചാപ്റ്റേഴ്സ്. അപ്പൊ ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ബ്രീഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഡേവിഡ് മുറെ ഷ്നൈഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള സൊസൈറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് കാണാനുള്ളത്. David Murray Schneider provides insight into the kinship system of North America and Britain in his work American Kinship. A cultural account, Schneider opened that the kinship system is a system of symbols, the meaning and not just rules and status. Schneider loved to make a group of the relations based on blood and marriages. The approach used by Schneider was much criticized for delaying kinship from household, organization, divorce, and sexuality. He opened that the American kinship system is single system across gender, class, and even other ethnic groups. അപ്പോൾ അമേരിക്കൻ കിൻഷിപ്പ് സിസ്റ്റത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബന്ധവും അതുപോലെ തന്നെ ബന്ധുത്വവും ഒക്കെയാണ് അവിടെ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരുന്നു നമ്മുടെ കേരളീയ സൊസൈറ്റിയിലെ കിൻഷിപ്പും അതുപോലെ തന്നെ അവിടുത്തെ വിവാഹ ബന്ധങ്ങളും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്കറിയാം. കാരണം ഭർത്താവ് മരിച്ചുപോയാൽ സ്ത്രീകൾ ചിതയിലേക്ക് എടുത്തു ചാടി സ്വയം മരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സ്ത്രീ അപ്പം രാജാറാം മോഹൻ റോയിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് അത്തരം ഒരു ദുരാചാരങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് നിർത്തലാക്കിയത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ദുരാചാരങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളിലും അല്ലെങ്കിൽ മാരേജ് സിസ്റ്റത്തിലും ഒക്കെ ഒരുപാട് ഉച്ചനീചത്വങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മുടേത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകളും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീ
ഇത്തരത്തിൽ ഇപ്പോഴും ബന്ധുത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ മാരേജ് സിസ്റ്റത്തെ കുറിച്ചും ഒക്കെയുള്ള അവ്യക്തത ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കിൻഷിപ്പിനെ കുറിച്ചുള്ള പഠനത്തിൽ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് ഈ കാലഘട്ടത്തിലും ഇവിടെ നിലനിൽക്കുന്നത്. ഇനി കിൻഷിപ്പ് സ്റ്റഡീസ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലുള്ള കിൻഷിപ്പിനെ കുറിച്ചായിരുന്നു. ഇനി കിൻഷിപ്പ് സ്റ്റഡീസ്, അതായത് ബന്ധുത്വത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ, ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കണം എന്നാണ് ഇനിയുള്ള പാരഗ്രാഫിൽ നമ്മൾ കാണാൻ പോകുന്നത്. There are many Indian anthropologists who were influenced by the work of Western anthropologists in studying kinship. The researchers like Ghore, Srinivas Kapadia, Saha, Ghore and Karve are more of the anthropologists who studied kinship in various areas like village, caste and religion. Okay. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത് നരവംശ ശാസ്ത്രജ്ഞരാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ആന്ത്രോപോളജി എന്ന് പറയുന്നത് നരവംശാസ്ത്രം. അപ്പോൾ ഈ ഗുരെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശ്രീനിവാസ് കപാഡിയ, അതുപോലെ തന്നെ കാർവെ, രാവതി കാർവെ എന്നൊക്കെ പറയുന്നത് നരവംശ ശാസ്ത്രജ്ഞർ, അതുപോലെ തന്നെ കിൻഷിപ്പിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളാണ്, അതുപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റുകളാണ്. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടില് അവര് കിൻഷിപ്പിനെ വേരിയസ് വില്ലേജ് രീതിയിലും അതുപോലെ തന്നെ കാസ്റ്റിന്റെ രീതിയിലും റിലീജിയന്റെ രീതിയിലും ഒക്കെയാണ് അവര് കിൻഷിപ്പിനെ കുറിച്ച് ഒരു പഠനം നടത്തിയത്. അതിന്റെയൊക്കെ ബേസിലാണ്. കാരണം ഇന്ത്യയിൽ ജാതിയും മതവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളും ഒക്കെ എത്രത്തോളം മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതമൊക്കെ അങ്ങനെയാണ്. കാരണം സൊസൈറ്റീസ് ഒക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഫോറിൻ കൺട്രീസിലൊന്നും അങ്ങനെയല്ല. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ, അതായത് വില്ലേജിനെയും അതുപോലെ തന്നെ കാസ്റ്റിനെയും റിലീജിയനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനങ്ങളാണ് ഐരാവതി കാവ്യയും അതുപോലെ തന്നെ ഗുരയും ശ്രീനിവാസും ഒക്കെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ GS ഗുരയുടെ പ്രായത്തിലുള്ള കിൻഷിപ്പ് പഠനത്തെ കുറിച്ചാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ഇൻ ഹിസ് ബുക്ക് ഫാമിലി ആൻഡ് കിൻ ഇൻ ഇൻഡോ യൂറോപ്യൻ കൾച്ചർ. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. GS Ghore made the comparison between the kinship terminology and associate behavior in Indo-Aryan, Greek and Latin cultures and the work of Ghore, namely two Brahminical institutions, Ghore and Charna, was also within the similar Indological framework. K.M. Kapadia, student of Ghure's, also followed the footsteps of Ghore, and in his book, Kinship, presented a detailed analysis of Brahminical texts and their positions on various aspects of kinship like household, organization of kin, marriage, adoption, inheritance, successions, and death impurities. Kapadia also presented a ton of for fieldworks in his next book, Marriage and Family in India, and also points out the launch in terms of exclusions of Muslims and tribal communities and primarily data through fieldwork. അപ്പൊ നമ്മുടെ കൺട്രീസിൽ ഇപ്പം GS Ghore അദ്ദേഹം കിൻഷിപ്പിനെ കുറിച്ച് പഠനം നടത്തിയത് കൂടുതലും ഫീൽഡ് വർക്കിലൂടെയാണ്. അദ്ദേഹം ഒരുപാട് ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ വില്ലേജുകളിലൂടെയും നഗരങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് നമ്മുടെ ജാതിയും മതവും ഒക്കെ അടുത്തറിഞ്ഞ് അവരോട് സംസാരിച്ചതിന് ശേഷം, ഫീൽഡ് വർക്ക് എന്ന് പറയാൻ അറിയാലോ, നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിച്ച് ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജാതിയും മതവും ഒക്കെ കിൻഷിപ്പിൽ ഉണ്ടാക്കുന്ന സ്വാധീനമൊക്കെ നമ്മൾ അദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയുണ്ട്. അദ്ദേഹത്തിന്റെ ചില ബുക്കുകളും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മാരേജ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. അതും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. അപ്പം നമ്മുടെ ട്രൈബ്സിന്റെ ഒക്കെ ഇടയിൽ ഇപ്പോഴും പല രീതിയിലുള്ള മാരേജ് സിസ്റ്റം ഒക്കെയാണ് നിലനിൽക്കുന്നത്. അവർക്ക് രജിസ്റ്റേർഡ് മാരേജ്, അതായത് ഇപ്പോഴത്തെ മാരേജുകളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ ഇപ്പോഴും, ഇപ്പൊ ട്രൈബ്സിന്റെ ഇടയിൽ ഇപ്പോഴും അവർ പുടവ കൊടുത്തുള്ള മാരേജസ്, അതായത് പ്രോപ്പർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാതെ പുടവ കൊടുത്താൽ, ഒരു സാരി കൊടുത്താൽ അത് മാരേജ് ആയി എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള മാരേജ് സിസ്റ്റംസ് ഒക്കെ ഇപ്പോഴും ട്രൈബ്സിന്റെ ഇടയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ പഠനങ്ങളാണ് GS Ghore തന്റെ ബുക്കിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തെന്ന് പറയുന്നത് ഇരാവതി കാർവെയാണ്. അവരും ഒരു സോഷ്യോളജിസ്റ്റ് അതുപോലെ ആന്ത്രോപോളജിസ്റ്റ് ആണ്. ഇൻ സ്റ്റഡിങ് അബൌട്ട് കിൻഷിപ്പ്, ഇരാവതി കാർവെ divided a country into 4 main zones based on language, north, south, east and central, and stated that the kinship behavior and patterns are not uniform across the region and are different from one village to another, from and one caste to another. Kave gives the following features of kinship organizations. അപ്പം ഇരാവതി കാർവെ അദ്ദേഹം അവര് 4 സോൺസ് ആയിട്ട് നമ്മുടെ
ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ 4 സോൺസ് ആയിട്ടാണ് കൺട്രീനെ ഡിവൈഡ് ചെയ്തത്. നോർത്ത് സോൺ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ സെൻട്രൽ സോൺ, തേർഡ് വൺ സൗത്ത് സോൺ ആൻഡ് ഫോർത്ത് വൺ ദ ഈസ്റ്റേൺ സോൺ. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം ഇവരുടെ അടിസ്ഥാനത്തിൽ, അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ജൈവ വൈവിധ്യം കൊണ്ട് നിറഞ്ഞൊരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ലാംഗ്വേജിന്റെ രീതിയിലാണെങ്കിൽ പോലും മറ്റ് പല രാജ്യങ്ങളിൽ ഇല്ലാത്തത്രയും സ്പെഷ്യാലിറ്റീസ് നമ്മുടെ കൺട്രിയിലുണ്ട്. കാരണം ജൈവ വൈവിധ്യമാണെങ്കിലും ഭൂപ്രകൃതിയുടെ കാര്യമാണെങ്കിലും ലാംഗ്വേജസിന്റെ കാര്യമാണെങ്കിലും വളരെ ഡിഫറെന്റ് ആണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഒരു മഞ്ഞാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഭയങ്കര ചൂടായിരിക്കും. ഇപ്പം ഹിമാലയത്തില് അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ നല്ല മഞ്ഞ് പെയ്യുന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാനിലൊക്കെ നല്ല കൊടും ചൂടായിരിക്കും. പക്ഷെ കേരളത്തില് ഒരു മിതമായ കാലാവസ്ഥ, ചൂടും തണുപ്പും ഇടവിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അങ്ങനെ വളരെ ജൈവ വൈവിധ്യമുള്ള അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനമുള്ള അല്ലെങ്കിൽ ലാംഗ്വേജസിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരാവതി കാർവേ ഈ 4 സോൺസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. According to Karve, in North India, there are some defined terms for blood relations and for affinal relations, and Brahmanas and the upper caste generally follow the 4 Gotra rule. Example, advocates for the Gotras of father, mother, grandmother and maternal grandmother. In the central zone, there are certain similarities between the north and central zone in terms of kinship organization. She stated that certain caste groups like the Marathas and Kubis practice both the system of dowry and bride price of the Maharashtra kinship organization shows that influence of north and south zones. South zone, the concept of kinship is different in the southern zone. The zone is dominated by the patriarchal and patrilineal system that in some areas material and married-local systems. The marriage system that the preferred in the south zone is among the close cousins, that is children or brother and sister marry. The focus of South India kinship is the bilateral kin relationship of brother and sister through their children. അപ്പം ഇതിലൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സൗത്ത് സോണിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പാരന്റ്സ് പണ്ട് കാലത്ത് ചില സമയത്തൊക്കെ അതായത് തമിഴ്നാട്ടിലൊക്കെ അവരുടെ സഹോദരിയുടെ മകളെ സഹോദരൻ വിവാഹം കഴിക്കുന്ന ചില ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില ആചാരങ്ങൾ സൗത്ത് സോണിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇരാവതി കാർവയുടെ പഠനങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്തരം മാരേജസ് നമ്മുടെ സൗതേൺ സോണിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം സഹോദരിയുടെ മകളെ സഹോദരന്റെ മകൻ വിവാഹം കഴിക്കുന്ന ചില ആചാരങ്ങളും ഇന്ത്യയുടെ സൗത്തിൽ നിലനിന്നിരുന്നു എന്നാണ് ഇരാവതി കാർവെ തന്റെ പഠനങ്ങളിലൂടെ കണ്ടെത്തിയത്. അപ്പൊ നമുക്കും അറിയാം അല്ലെ, നമ്മൾ സൗത്തിലായതുകൊണ്ട് നമുക്കറിയാം പല ആളുകളും അങ്ങനെ വിവാഹം കഴിച്ചതായിട്ട് നമുക്ക് കേട്ടറിവുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മാരേജസ് ഇപ്പം അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അവിടെ ബ്ലഡ് റിലേഷനിലുള്ള മാരേജസ് ഉണ്ടാവുന്നത് മൂലം ഒരുപാട് ജനിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം സഹോദരങ്ങളുടെ മക്കൾ വിവാഹം കഴിക്കുമ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോൾ അത് വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ഇങ്ങനെ ബ്ലഡ് റിലേഷനുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും പൊക്കക്കുറവ് ഉണ്ടാവാനും അങ്ങനെയുള്ള എന്തെങ്കിലും ഓട്ടിസം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഇപ്പോൾ അധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. എങ്കിലും ഇപ്പോഴും ഇങ്ങനെയുള്ള മാരേജസ് ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള മാരേജസ് ഫോളോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വത്ത് മറ്റുള്ള രീതിയിലേക്ക് പോകാതിരിക്കാനാണ്, മറ്റു വീട്ടിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് ഇവര് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിപ്പിക്കുന്നത്. The eastern zone എന്ന് പറയുന്നത്, there are many Austro-Asiatic tribes in this zone. The people speaking Mandari languages have parental and patriarchal families. There are tribes like Ho and Munda, which is divided into exogamous totemic groups that marriage has to be outside the totemic group or clan. The Kashis tribes are clean exogamy, and marriages of parallel cousins and are not allowed. Cross cousin marriage is also rarely seen. ഇപ്പൊ ഈസ്റ്റേൺ സോണിൽ ക്രോസ് കസിൻസ് മാരേജ് വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ
അവര് ബ്ലഡ് റിലേഷനുള്ള മാരേജ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ സൗത്ത് സോണിലാണ് ബ്ലഡ് റിലേഷനുള്ള മാരേജ് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ച് കണ്ടിട്ടുള്ളത്. മറ്റ് സോൺസിലൊന്നും അത്രയും പോപ്പുലർ ആയിട്ട് ബ്ലഡ് റിലേഷൻ മാരേജസ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ടി.എൻ. മദന്റെ അഭിപ്രായത്തില് കിൻഷിപ്പ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് കാണുന്നത്. ദ വർക്ക് ടൈറ്റിൽഡ് ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ദ സ്റ്റഡി ഓഫ് ദ പണ്ഡിറ്റ്സ് of rural Kashmir by Professor Madan is a pioneering work on kinship in India. He stated that the kinship rituals of the Pandits are a combination of both Sanskritic and non-Sanskritic rites and ceremonies. There are two main subcastes of the Pandits, those who are involved in priestly duties, and the Kharkan. There cannot be intermarriage between the two subcaste village exogamy, and also followed the reciprocal marriages were common, where daughter is given in exchange of their daughter-in-law. There is another practice that is followed by involved bride price, which is groom's family paid a certain sum of money to the bride instead of a usual practice of taking dowry. The Ghora of Chula are the basic unit in which the family would consist of paternal grandparents, brothers and their children, and in case the parent is absent, then the elder brother of the family was the patriarch, often taking decisions from the child of other brothers. The larger group that consists of extended kin was called the Kodam. Madan referred about called, which says the backbone of the kinship structure. അപ്പൊ ചില നാട്ടുകാർ അല്ലെങ്കിൽ ചില ആളുകളും ഇപ്പം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള വിവാഹങ്ങള് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതായത് ഒരു ഫാമിലിയിൽ ഒരു ബ്രദറും സിസ്റ്ററും ഉണ്ടെങ്കിൽ മറ്റൊരു ഫാമിലിയിൽ നിന്നുള്ള ബ്രദറിനെയും സിസ്റ്ററിനെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നു. അതായത് ഒരു ഫാമിലിയിലെ ബ്രദർ മറ്റേ ഫാമിലിയിലെ സിസ്റ്ററിനെ വിവാഹം കഴിക്കുന്നു, ഈ ഫാമിലിയിലെ സിസ്റ്റർ മറ്റേ ഫാമിലിയിലെ ബ്രദറിനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് മാരേജും ചില സ്ഥലങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. അപ്പൊ അതും കോമൺ ആയിട്ട് നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ചിലരൊക്കെ അങ്ങനെ ക്രോസ് മാരേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കൺട്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എപ്പോഴും പുരുഷാധിപത്യപരമായ ഒരു സമൂഹമാണ് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ബന്ധുത്വത്തിലും ആണെങ്കിലും എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് പുരുഷനായിരുന്നു. അതുപോലെ തന്നെ ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനം അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള സ്ഥാനം പ്രധാനമായിട്ടും മൂത്ത സഹോദരനായിരിക്കും, അല്ലെങ്കിൽ മുതിർന്ന പുരുഷനായിരിക്കും. അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ അമ്മയുടെയും മറ്റെല്ലാ കാര്യങ്ങളും നോക്കുവാനും അതിന്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം മൂത്ത പുരുഷൻ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ അല്ലെങ്കിൽ മൂത്ത മകനോ ഒക്കെ ആയിരിക്കും അതിന്റെ സ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുക. He added that this paternage or the lineage based on the descent through the father's kin. He also studied that the time of failed work, there was based behavior against the girls in Pandit community. There were girls were defined education and they are supposed to help in household work in the rural Kashmiri Pandit family. When the father died, the son may divide in the property as the mother has no rights over the property. അപ്പൊ കാശ്മീരി പണ്ഡിറ്റ് ഫാമിലിയിലും, അപ്പം അതുപോലെ കാശ്മീരി പണ്ഡിറ്റ് ഫാമിലി മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലെ ഫാമിലീസ് ആണെങ്കിൽ പോലും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ പെൺകുട്ടികളെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് എത്ര സ്വത്ത് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ മൂത്ത മകനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആൺമക്കളായിരിക്കും. അപ്പം അതില് അമ്മയ്ക്ക് പോലും അതിനുള്ള അവകാശമില്ലായിരുന്നു. അതായത് എങ്ങനെ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം മദേഴ്സിന് ഒട്ടും ഉണ്ടായിരുന്നില്ല കാശ്മീരി പണ്ഡിറ്റ് ഫാമിലീസിൽ. അപ്പം ഇന്നത്തെ കാലത്ത് ചിലയിടത്തൊക്കെ അച്ഛൻ മരിച്ചാലും അമ്മമാരാണ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയും അതുപോലെ തന്നെ സ്വത്തും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മമാരുടെ നേതൃത്വത്തിലാണ്. പക്ഷെ കാശ്മീരി പണ്ഡിറ്റ് ഫാമിലീസിൽ അമ്മയ്ക്ക് യാതൊരു റോളും ഇല്ലായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മുതിർന്ന പുരുഷനായിരുന്നു. ഓക്കെ. The married sister saying in the marital home had no rights over property, and if she stays at her natal home due to a failed marriage or widows, then she has claimed over the property through her children do not.
According to Madan, the important aspects of the kinship idea among Pandits is differentiate between those who were born into a kin and those who are married into it. അതുപോലെ തന്നെ എം എൻ ശ്രീനിവാസിന്റെ അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. നമുക്കറിയാം എം എൻ ശ്രീനിവാസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കിൻഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. Another pioneer of Indian anthropology is M.N. Srinivas, who studied the Master of Arts on marriage and family among Kannada caste in Mysore. അപ്പം അദ്ദേഹം എം എൻ ശ്രീനിവാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ ഒക്കെ ചെയ്തത് മാരേജ് ആൻഡ് ഫാമിലി എമംഗ് കന്നഡ കാസ്റ്റ് ഇൻ മൈസൂർ. അപ്പൊ മൈസൂരിലെ കന്നഡ കാസ്റ്റിലുള്ള മാരേജിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം തന്റെ പഠനങ്ങൾ നടത്തിയത്. He researched about various marriage practices such as rituals, bride practice, dowry, and the family structure. There is another work by him which is based on the intensive field of Kurg, religion and society among Kurds. അപ്പൊ കൂർഗ് എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം കൂർഗ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പം അദ്ദേഹത്തിന്റെ പഠനങ്ങൾ കൂടുതലായിട്ടും കൂർഗിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കൂർഗിലെ ആളുകളുടെ മാരേജ് സിസ്റ്റത്തെ കുറിച്ചും അതുപോലെ തന്നെ കിൻഷിപ്പിനെ കുറിച്ചൊക്കെ ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങളാണ് എം എൻ ശ്രീനിവാസ് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്തത്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിയതൊക്കെ. Religion and society among Kurds speaks about the idea of lineage among Kurds. He made many observations based on Kurd study about this village-like religion beliefs, rituals, ceremonies, family life, and structure and lineage. He observed the Kurds did not follow any Vedic practices or rituals. There is a parallel system where lineage and traced through the male side of the family and patriarchal and custom where is the marriage couple are expected or reside in the family of the husband. Srinivas also made a comparison between the Kurd family structure or to the matrilineal tarawad of the Nayars and the patrilineal illam of the Nambudris. അപ്പം മാതൃരേഖയിലുള്ള ഒരു കിൻഷിപ്പായിരുന്നു, അതായത് നായർ തറവാടിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. നമുക്കറിയാം അവരുടെ മരുമക്കത്തായം ഒക്കെ ആയിരുന്നു നിലനിന്നിരുന്നത്. അപ്പം അവിടെ അദ്ദേഹം എം എൻ ശ്രീനിവാസ് കൂർഗിലെ ഫാമിലി സ്ട്രക്ചറിനെ നമ്മുടെ നായർ തറവാടുകളുമായിട്ടും അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ഇല്ലങ്ങളുമായിട്ടും, ഇല്ലം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാര് വസിക്കുന്ന വീടുകളെയാണ് ഇല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നായരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളാണ് തറവാട് എന്ന് പറയുന്നത്. അപ്പൊ ഈ തറവാടും ഇല്ലവും ഒക്കെ ആയിട്ട് ഇദ്ദേഹം ഈ കൂർഗിലെ ഫാമിലീസിനെ കമ്പയർ ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. There is a headman of every village and the position is hereditary and the council of elders. The male member had the religious in this ancestral estate and it is the son who carries the legacy of the Oka. There is a sharp division between the man and woman in the Oka, with the special spaces designed to each gender, and women are no longer members of their natal Oka. After getting married and in case of widowhood, women can remarry and there is a system of leverage. Example, a marriage custom where the widow marry the brother of the deceased husband in Kurg. The man of the community are supposed to be skillful in hunting and have to dance during the harvest festivals and other religious festivals while women watch from afar. ഓക്കെ, അപ്പം ചില കൺട്രീസിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഹസ്ബൻഡ് മരിച്ചു പോയാൽ ഹസ്ബൻഡിന്റെ സഹോദര വിവാഹം കഴിക്കുന്ന ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ ഇപ്പം സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് ആ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും സഹോദരന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്താനും അല്ലെങ്കിൽ അത് അവരുടെ സ്വന്തം കുടുംബത്തിൽ നിലനിർത്താനും ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇനി കിൻഷിപ്പ് സ്റ്റഡീസ് ആൻഡ് ജെൻഡർ. അപ്പൊ കിൻഷിപ്പ് സ്റ്റഡീസും അതുപോലെ തന്നെ ലിംഗങ്ങളും, അതായത് ലിംഗം എന്ന് പറയുന്നത് ആണ്, പെണ്ണ്, അതുപോലെ തന്നെ ബൈലിംഗൽസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതും തമ്മിലുള്ള സാമ്യവുമാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. After the study about the kinship terminologies, family organizations, descent and lineage and relationship, there were many new
perspective like the Marxist, postmodern, and the feminist, which were studied later on according to the Marxist and feminist perspectives. There are inherent inequalities in the kinship system like bride price, gender-specific rituals, gift giving, and its natural leadership, etc. One of the leading anthropologists of India, namely Leela Dubey, writes about her own life story to highlighting the connection between gender and kinship. Dubey talks about the expectations from girls to learn the household chores as a preparation for marriage life. She mentioned about her single woman or unmarried woman, which was rarely seen. The education of women was seen as helping in case of unforeseen difficulties like widowed, and were not allowed to visit their natal homes after marriage, nor were the bride's family welcomed by the groom's family. The widows were remarried in the Gaunt society, and there was bride price instead of dowry, and Gaunt woman possessed more freedom than upper caste women, and the older women were dependent on their children as there was no source of income. Gaunt also observed another aspects of gender. Example, the impact of gay and lesbian relationship on the concept of family. This relationship does not fit in the family box, and it raises the question on whether kinship can only be defined by blood ties or genetics. അപ്പൊ കിൻഷിപ്പ് സ്റ്റഡീസ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്നത് ലിംഗമാണ്. നമ്മൾ പറഞ്ഞു ലിംഗ പഠനം, ജെൻഡർ സ്റ്റഡീസിനെ കുറിച്ച് നമുക്കറിയാം, ലിംഗ പഠനങ്ങളാണ്. അപ്പോൾ ജെൻഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലിംഗ അസമത്വങ്ങളെ കുറിച്ച്, ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ലിംഗ അസമത്വങ്ങളൊക്കെയാണ് അത്. അപ്പൊ ഈ കിൻഷിപ്പും അതുപോലെ തന്നെ ജെൻഡറും തമ്മിലുള്ള സാമ്യം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ലീല ദുബെ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആണ്. ഒരു സ്ത്രീയാണ് കേട്ടോ. ലീല ദുബെ എന്ന് പറയുന്നത് ഒരു ഫേമസ് സോഷ്യോളജിസ്റ്റ് ആണ്. ആദ്യകാല പഠനങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട ഏക ഒരു സ്ത്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ അവരുടെ പഠനങ്ങൾ ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ കിൻഷിപ്പിനെ ജെൻഡറുമായിട്ട് ബന്ധിപ്പിക്കാൻ ലീല ദുബെ വളരെയധികം പരിശ്രമിച്ചിട്ടുമുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ലീല ദുബെ അവരുടെ ബുക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരും ഒരു നല്ല സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അവരുടെ ഹസ്ബൻഡ് അവരെ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് അത് ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ള ഒക്കെ അവരുടെ ബയോഗ്രഫിയിലൊക്കെ അവർ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ഈ അൺമാരിഡ് വിമൻസിനൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെ കുറവായിരുന്നതെന്ന് ലീല ദുബെയുടെ പഠനങ്ങളിലൂടെ അവർ പറയുന്നത്. അതുപോലെ തന്നെ ലെസ്ബിയനെ കുറിച്ചും അതുപോലെ തന്നെ ഗേനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് അറിവുണ്ടായിരിക്കും. ഗേ എന്ന് പറയുന്നത് നമുക്ക് ഒരാണിനെ സ്നേഹിക്കുന്ന അവർക്ക് സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നാതെ സെയിം സെക്സിനുള്ള ആളുകളോട് തോന്നുന്നതിനെയാണ് ഗേ എന്ന് പറയുന്നത്. അതായത് ഒരാണിനെ ഇഷ്ടപ്പെടുകയും അവരോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുകയും ഒക്കെ ചെയ്യുന്നതിനെ അവരെ ഗേസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സെക്ഷൽ അട്രാക്ഷൻ മറ്റൊരു സ്ത്രീയോടാണ് തോന്നുന്നതെങ്കിൽ അവരെ ലെസ്ബിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളാണ്. സമൂഹം അത് ഇപ്പോഴാണ് കുറെ അംഗീകരിച്ചു വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. കാരണം ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്ന ചില വിഭാഗം ആളുകളെ സമൂഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല പണ്ട് കാലത്ത്. അവരെയൊക്കെ വളരെ മോശമായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു ശരീരത്തിന്റെയും അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായ ചില പ്രത്യേകതകൾ കൊണ്ട് അവരങ്ങനെ ജന്മം കൊള്ളുന്നത് തന്നെ അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സെക്ഷൽ അട്രാക്ഷൻ മറ്റ് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നാതെ സെയിം സെക്സിനോട് തോന്നുന്നു. അപ്പൊ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ സോഷ്യോളജി പഠിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ കൂടുതൽ സമൂഹവുമായിട്ടും അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റു സാമൂഹിക പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ മറ്റാളുകളുടെ സോഷ്യൽ ഇഷ്യൂസിനെയും അതുപോലെ തന്നെ അവരുടെ മാനസികമായ പ്രയാസങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ സന്നദ്ധരാവുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ലെസ്ബിയൻസ് അല്ലെങ്കിൽ ഗേസ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ലെസ്ബിയൻസും ഗേസിനും ഒക്കെ പണ്ട് കാലത്ത് ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വളരെയധികം താഴ്ന്ന സ്ഥാനമായിരുന്നു ഇന്ത്യൻ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും വിശദമായിട്ട് ലീല ദുബെ അവരുടെ വർക്കുകളിൽ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ one of the leading anthropologists of India, namely Leela Dubey, writes about her own life story of highlighting the connection between gender and kinship. അപ്പോൾ അവരുടെ ഓൺ സ്റ്റോറിയാണ് അവര് കിൻഷിപ്പും ജെൻഡറുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് അവർ പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. But Dubey talks about the expectations from girls to learn the household chores as a perception of married life. അപ്പോൾ നമ്മുടെ ഇപ്പോഴും സ്ത്രീകളെയൊക്കെ അല്ലെങ്കിൽ മാതാപിതാക്കൾ പെൺകുട്ടികളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നത് നമുക്കറിയാം അല്ലെ, അതായത് ട്രെയിൻ ചെയ്യിക്കുകയാണ്. നമ്മളാണ്, അതായത് സ്ത്രീകളാണ് പാത്രം കഴുകേണ്ടതും അടുക്കള ജോലികൾ ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സ്ത്രീകളാണെന്നുള്ള ഒരു ബോധം കുഞ്ഞിലെ മുതലേ സ്ത്രീകളിൽ പെൺകുട്ടികളിൽ കുത്തിവെക്കുകയാണ്. അപ്പം അത് കാണുമ്പോ ഒരു സെയിം വീട്ടില് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വളർന്നു വരികയാണെങ്കിൽ പെൺകുട്ടികൾക്ക് കൊണ്ട് പാത്രം കഴിക്കുക, വീട് വൃത്തിയാക്കുക, അതുപോലെ തന്നെ അടിച്ചു വാരിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൺകുട്ടികൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഈ പെൺകുട്ടികളുടെ ചുമതലയാണ് അല്ലെങ്കിൽ അവരുടെ ജോലികളാണെന്നാണ്. അതിങ്ങനെയാണ് പേരൻസ് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൺകുട്ടികളും കൂടുതൽ വളർന്നു വരുമ്പോൾ ഇതൊന്നും ഇവരുടെ ജോലി അല്ല എന്നുള്ള രീതിയിൽ അവർ പെരുമാറുകയും അവരെ ഈ കാര്യങ്ങളിലൊന്നും ബോധർ ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മൾ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യിക്കേണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയാണെന്നും രണ്ടുപേർക്കും ജീവിക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ മതിയാകൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരേ ജോലികൾ രണ്ടുപേരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അവർ വളർന്നു വരുമ്പോഴും നല്ല പൗരന്മാരാവുകയും അവർ കൂടുതൽ നല്ല രീതിയിൽ മികച്ച ആളുകളായി തീരുകയും ചെയ്യാൻ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യിച്ചാലേ നമുക്ക് അതനുസരിച്ച് അവരിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇപ്പോഴാണെങ്കിലും സ്ത്രീകളും പുറത്തുപോയി ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്കും അവരുടെ കരിയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലീല ദുബെ അവരുടെ വർക്കിലൂടെ പറഞ്ഞതും അതുപോലെ തന്നെ പറയാൻ ശ്രമിച്ചതും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഓഫ് വുമൻ വാസ് സീൻ ബൈ ഹെൽപ്പിംഗ് ഇൻ കേസ് ഓഫ് അൺഫ്രോസൺ ഡിഫിക്കൽട്ടീസ് ലൈക്ക് വിഡൌട്ട് ആൻഡ് വെയർ നോട്ട് അലൗഡ് ഫോർ വിസിറ്റ് ദെയർ നാറ്റൽ ഹോംസ് ആഫ്റ്റർ മാരേജ് ഓർ വെയർ ദ ബ്രൈഡ്സ് ഫാമിലി വെൽക്കംഡ് ബൈ ദ ഗ്രൂംസ് ഫാമിലി. അപ്പോൾ പണ്ട് കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും സ്ത്രീകളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു പോവുകയും അതുപോലെ തന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ മാത്രം വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പൊ അത് അവരെ ഒരുപാട് മാനസികമായുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു വീട്ടിൽ ജനിച്ചു, അപ്പൊ നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുട്ടികളെ മുതൽ നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അവരപ്പം എവിടെയാണ് അവരുടെ സ്വത്വം എവിടെയാണെന്നുള്ള ഒരു ബോധം അവർക്ക് നഷ്ടപ്പെടും. കാരണം ഞാൻ വേറൊരു വീട്ടിലേക്ക് പോകേണ്ട ആളാണോ എന്നുള്ള ഒരു ചിന്ത അവരിലേക്കും ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു വിവാഹത്തിലേക്ക് കടന്നിട്ട് വിവാഹ ജീവിതം നയിക്കുമ്പോൾ അവര് വേറെ വീട്ടിൽ നിന്ന് വന്നതാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം അവർ കേൾക്കേണ്ടി വരുമ്പോൾ അവർക്കും അതൊരു ഒറ്റപ്പെടലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ വളരെയധികം സപ്പോർട്ടീവായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതാണ് കിൻഷിപ്പും ജെൻഡറിലും ലീല ദുബെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. But according to Radcliffe Brown is the difference between clean and lineage. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. ഇവരുടെ രണ്ടുപേരുടെയും രീതിയിലുള്ള പെർസ്പെക്റ്റീവ്സ് ഇന്ത്യൻ കിൻഷിപ്പിനെ കുറിച്ചും ഒക്കെയുള്ള പെർസ്പെക്റ്റീവ്സ് എന്താണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചിരിക്കാം. പിന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കിൻഷിപ്പ്. അപ്പം നമ്മളെ കിൻഷിപ്പ് എന്ന് പറയുന്നത് ബന്ധുത്വമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ബന്ധുത്വം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ള കാര്യം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് കിൻഷിപ്പ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ മാരേജും അതുപോലെ ഉള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്ന ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ elaborate on the A.R. Radcliffe Brown study on kinship relations. അപ്പൊ A.R. Radcliffe Brownന്റെ കിൻഷിപ്പിനെ കുറിച്ചുള്ള പഠനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ലീല ദുബൈനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അവരുടെ വീക്ഷണത്തിൽ കിൻഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ കിൻഷിപ്പ് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതുപോലെ തന്നെ പണ്ടത്തെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ
അന്നത്തെ കാലത്തെ മാരേജ് സിസ്റ്റംസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇതിൽ നിന്ന് വരുന്ന ഇപ്പം എന്തെങ്കിലും കിൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ആദ്യം മുതലേ ഇപ്പൊ റാൽഫ് ബ്രൗണിനെ കുറിച്ചോ ലീല ദുബൈനെ കുറിച്ചോ MN ശ്രീനിവാസിനെ കുറിച്ചോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിൻഷിപ്പ് എന്താണെന്ന് എഴുതി വെക്കാം. ഒന്നെങ്കിൽ രക്തബന്ധം വഴിയോ അല്ലെങ്കിൽ ത്രൂ മാരേജ് വഴിയോ ഉണ്ടാവുന്ന റിലേഷൻ ആണ് നമുക്ക് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ ആണ്. അപ്പൊ കിൻഷിപ്പിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതി വെക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് പകുതി മാർക്കിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ, കിൻഷിപ്പിനെ കുറിച്ച് പഠനം നടത്തിയ സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ അതും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, കിൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പാഠഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ പഠിച്ച കിൻഷിപ്പില് നമ്മൾ പഠിച്ച കിൻഷിപ്പിനെ കുറിച്ച് പഠനം നടത്തിയ സോഷ്യോളജിസ്റ്റുകളുടെ പേരുകളൊക്കെ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഇവരൊക്കെ കിൻഷിപ്പിനെ കുറിച്ച് നിറയെ പഠനങ്ങൾ നടത്തിയ വ്യക്തികളാണെന്നും ഇവരുടെ പഠനങ്ങൾ ഇങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കൂടുതൽ എഴുതുന്നതിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക കേട്ടോ. അപ്പം പരമാവധി നമ്മൾ ഇതിന്റെ കീ പോയിന്റ്സും അങ്ങനെയൊക്കെ ആക്കി ജസ്റ്റ് അടയാളപ്പെടുത്തി എഴുതി വെക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് അത് പഠിച്ച് നമ്മുടെ എക്സാമിന് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് പകർത്തി വൃത്തിയായിട്ട് നമുക്ക് ഓർമ്മയിൽ നിന്നൊക്കെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എഴുതണം. കാരണം കിൻഷിപ്പ് എന്ന് പറയുന്നത് മാരേജ് സിസ്റ്റത്തിൽ സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് കൂടുതലായിട്ട് ഈ കിൻഷിപ്പ് എന്ന് പറഞ്ഞ ഈ പാഠഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എഴുതി വെക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് കിൻഷിപ്പ് ഇൻ നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ കിൻഷിപ്പ് ഇൻ സെൻട്രൽ ഇന്ത്യ, കിൻഷിപ്പ് ഇൻ സൗത്ത് ഇന്ത്യ, കിൻഷിപ്പ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള നമ്മള് ഇരാവതി കാവെ 4 സോൺസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ കിൻഷിപ്പിനെ കുറിച്ച് 4 സോൺസ് ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ബേസിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ്, അതായത് കിൻഷിപ്പിനെ കുറിച്ചുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന്. We studied about the various aspects of kinship in the previous chapter. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടത് കിൻഷിപ്പിനെ കുറിച്ചുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. There are many other concepts on kinship which may from an important part of sociological and anthropological studies. We shall now study about the various other concepts of kinship like family, marriage, descent and alliance. We shall learn about family and marriage and its different kinds. Also, the concept of alliance and descent is converted in this chapter. Family is an important instruction of social life, and marriage also forms a universal social institutions of the society. Let us understand these concepts in detail. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാമിലീസ് ആണ്. അപ്പൊ കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചു. അപ്പം അതിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘടകം ഫാമിലിയാണ്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്നതാണ് ഫാമിലി. അതുപോലെ തന്നെ ഫാമിലി തന്നെ വിവിധ തരത്തിലുള്ളതുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ജോയിന്റ് ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്. ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെ അടങ്ങിയതാണ് ഈ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും മാത്രം അടങ്ങുന്ന ഒരു ഫാമിലിയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം കിൻഷിപ്പിന്റെ പഠന ഭാഗം നമ്മൾ പറയുമ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ്സിൽ ഫാമിലിയും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലിയുടെ ഫംഗ്ഷൻസിനെ കുറിച്ച് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഫാമിലീസ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി കോൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് അറിയാം, നമുക്ക് വിവാഹം വഴി ബന്ധുത്വം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. വിവാഹം എന്ന് പറയുന്നത് രക്തബന്ധം അല്ലെങ്കിൽ പോലും വിവാഹം കഴിക്കുന്നത് വഴിയാണ് ഒരുപാട് രക്തബന്ധം നമുക്ക് ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് ഈ വിവാഹം ബന്ധത്തിലൂടെയാണ്. അതുപോലെ തന്നെ മാരേജ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, പലതരത്തിലുള്ള മാരേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ബഹുഭാരിത്വം, ബഹുഭർത്തൃത്വം, അതുപോലെ തന്നെ അത് അങ്ങനെയുള്ള കുറച്ച് മാരേജ് സിസ്റ്റംസ് അല്ലെങ്കിൽ മാരേജ് രീതികൾ നമുക്കറിയാം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസെന്റ് ആൻഡ് അലയൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നായർ തറവാടുകൾ, അതുപോലെ ഇല്ലങ്ങള്, ഇതിൽ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള ചില അപ്രോച്ചസ് ആണുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫാമിലി എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. One of the important institutions of the social life is family.
There have been variations in the family life within time and with the changes in the society according to various sociologists. Family can be seen both in terms of the ideal type and the reality. There are certain norms and ideals of a family which are inherited by the members of the family and are passed on from one generation to another. Emil Durkheim and a renowned sociologist studied the concept of come to the conclusion and the best way to study in through ethnographic and historical study of customs, law, and demography. He also stated that the methodology of predicting the future pattern of organization on the family is missing. The sociologists will also try to study the patterns and the pre-patterns, the norms existent within the society. The family is the main and the central unit of the kinship system, according to George Peter Murdoch. In this work titled Social Organizations and Concept of Family is Universal in Nature, and it can be defined as a social group that is governed by common residence, reproduction, and economic cooperation, that family consisting the adults of both sexes who are in socially approved sexual relationship with one or more children born or adopted. Good day. Stated that the family is one of the most researched groups, but still some more work needs to be done towards building a sound theory on the family. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാമിലി എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് റിലേഷൻ അല്ലാതെ അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അടങ്ങുന്നതും ഫാമിലിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. കാരണം സൊസൈറ്റി രൂപീകരിക്കുന്നത് ഫാമിലീസിലൂടെയാണ്. അതായത് നമ്മുടെ ഒരു കുട്ടിയുടെ ജനനം മുതൽ അവന്റെ വളർച്ച തുടങ്ങുന്നത് അവസാനിക്കുന്നത് വരെ ഒരു ഫാമിലിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ വളർച്ച പരിണമിക്കുന്നത്. കാരണം നമ്മൾ ഉണ്ടാവുന്ന ഒരു കുഞ്ഞിനെ പരിരക്ഷിച്ച് അതുപോലെ തന്നെ അവന്റെ സ്വഭാവങ്ങളൊക്കെ രൂപീകരിക്കുന്നത് അവന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ പരിഗണനയിലൂടെയും അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളിലൂടെയൊക്കെയാണ്. അപ്പൊ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ ഓടിയെത്തുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലായിരിക്കും. നിങ്ങൾ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മളെ ആയിരിക്കും കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചറിന് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ലെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലീസ് തന്നെ പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. Let us understand different types of families like nuclear, joint, and extended family. The basic unit of social structure consisted the two primary links of kinship: the parenthood, the siblingship. There are different combinations and prematures for these relationships in their family. The classification of families into joint and nuclear types is based on the way in which families are organized. First one is nuclear family. A nuclear family consists the husband, wife, and children, and can be called as the smallest unit, and the relationship between husband and wife is important for the survival of the system. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും അവരുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം രക്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ പോലും അഡോപ്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അടങ്ങുന്നതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അതില് ന്യൂക്ലിയർ ഫാമിലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്ട്രോങ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ന്യൂക്ലിയർ ഫാമിലിയുടെ ശക്തി എന്ന് പറയുന്നത്. ഇനി ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് ദ ജോയിന്റ് ഫാമിലി കൺസിസ്റ്റ് ദ ഗ്രാൻഡ് പാരന്റ്സ്, പാരന്റ്സ്, സിബ്ലിംഗ്സ് ആൻഡ് their spouses and their children, and is a larger unit than the nuclear family. The joint family has a common kitchen, joint property, and a sense of mutual obligations among members. The ideal joint family is the Hindu society possesses the characteristics like parallel, patriarchal, and property owning, co-residential, and commercial joint family comprising 3 or more generations, according to M.S. Gore. And joint family consists of a man and his wife and their adult sons, their wives and children, and younger children of the paternal couples. The head of the family is the oldest man, and the hierarchical order of the family defines the power of authority and the rights and duties of the members of the family. The ordinate of ranking and of the members is defined by the
ഏജ് ആൻഡ് ദ സെക്സ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്നതല്ല, അതൊരു വിശാലമായ ഫാമിലിയാണ്. ഒരുപാട് അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രാൻഡ് പേരൻസും അവരുടെ മക്കളും, അതായത് അച്ഛനും അമ്മയും, ചിലപ്പോൾ അവരുടെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ അടങ്ങുന്നതാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഗ്രാൻഡ് പേരൻസ്, പേരൻസിന്റെ സഹോദരങ്ങള്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഒക്കെ അടങ്ങുന്നതാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ, അപ്പം നമ്മളൊരു മലയാളം ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു മേൽക്കുരയ്ക്ക് കീഴിൽ താമസിക്കുകയും ഒരു അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തെയാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളെയാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അതിലൊരു കുടുംബം മാത്രമല്ല, പല കുടുംബങ്ങൾ അടങ്ങിയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ജോയിന്റ് ഫാമിലീസിൽ പ്രോപ്പർ ആയിട്ട് അവര് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അവർ കൈവശം വെച്ചിരിക്കും. കാരണം അത് വിഭജിക്കപ്പെട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം പഴയ ഹിന്ദു തറവാടുകളിലൊക്കെ എങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്, അവർ ജോയിന്റ് ഫാമിലിയിൽ ഉള്ള ഒരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. നമുക്കറിയാം, നായർ തറവാടുകളൊക്കെ ഇതുപോലെ ജോയിന്റ് ഫാമിലി ആയിരുന്നു. അതില് മൂത്ത കാർന്നവരാണ് ഈ സ്വത്തുക്കളൊക്കെ കൈവശം വെച്ച് അത് പെരുമാറിയിരുന്നത്. അപ്പൊ മറ്റ് അംഗങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവര് ഈ കാർന്നവരാണ് നടത്തി കൊടുത്തോണ്ടിരുന്നത്. ഈ കോമൺ ആയിട്ടുള്ള സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാർന്നവരാണ് മറ്റാളുകളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ജോയിന്റ് ഫാമിലിയിൽ ഉള്ളത്. അപ്പൊ അവിടെ ഹൈറാർക്കി, അല്ലെങ്കിൽ അവിടെ എപ്പോഴും കൂടുതൽ അധികാരം അല്ലെങ്കിൽ കൂടുതൽ ബഹുമാനമൊക്കെ ലഭിക്കുന്നത് ഏറ്റവും മുതിർന്ന പുരുഷനായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ വരുന്നതാണ് എക്സ്റ്റെൻഡ് ഫാമിലീസ് എന്ന് പറയുന്നത്. Extended families consist of the third generation, like parents of their spouse of a brother, and so on, and rare heir, bigger than the unclear families. The patrilinearity extended family is based on the extension of the father-son relationship, and the matrilineal extended family is based on the mother-daughter relationship. There are also horizontal extension of the family members to include a group consisting of 2 or more brothers, their wives, and their children, and is called as a fraternal and a collateral family. The joint family concept in India is legal in nature. There is another term called as household, which is used rather than family, according to sociologists. While family is a social phenomena, the household is a physical one, like differences in size, increase in divorce rates, and so on. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റെൻഡ് ഫാമിലീസും ഉണ്ട്, അതുപോലെ ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ട്, ദെൻ ജോയിന്റ് ഫാമിലീസ് ഉണ്ട്. അപ്പൊ ഈ ഫാമിലീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിലെ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ആണിക്കൽ എന്ന് പറയുന്നത് ഫാമിലീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ജോയിന്റ് ഫാമിലീസിലൊക്കെ അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലീഗലായിട്ട് അവര് ബന്ധപ്പെട്ടിരിക്കുക, അതായത് മാരേജ് വഴിയാണ്, ത്രൂ മാരേജ് വഴിയാണ് ഓരോ ഫാമിലീസും രൂപം കൊള്ളുന്നത്. ഇപ്പൊ ഈ മാരേജിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ അവരുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ആളുകളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു സ്ട്രോങ് ഒരു ബന്ധുക്കളുടെ കൂട്ടമാണ് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാമിലീസിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളുടെ സുരക്ഷയും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണവും ഒക്കെ ഫാമിലി മെമ്പേഴ്സിന്റെ ചുമതലയാണ്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. There are various important functions that are preferred by the family, which are social, reproductive, economic, and educational in nature. There is permanent relationship between husband and wife that involves reproduction. The man is the patriarchal society in seeing the head of the household, the main wage earner, and the woman is responsible for taking care of home. Children and elders in the family, each member of the joint family contributes in economic activity. അപ്പം ജോയിന്റ് ഫാമിലിയിൽ അല്ലെങ്കിൽ എല്ലാ ഫാമിലീസിലും പണ്ട് തൊട്ടേ ഉള്ളൊരു രീതി എന്ന് പറയുന്നത് ഹസ്ബൻഡ് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് പുറത്തുപോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നയാള്, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങള് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യവും പ്രായമാരുടെ കാര്യവും ഒക്കെ നോക്കുന്ന ഒരു ആള് ആയിട്ട് വീട്ടിൽ തന്നെ ചിലവഴിക്കുക എന്നുള്ള രീതിയാണ് പണ്ട് കാലം മുതലേ നിലനിന്നിരുന്നത്. അതാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതികളും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഫാമിലിയുടെ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുക, അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുക, അവരെ വളർത്തുക, അവരെ പഠിപ്പിക്കുക, ഇതൊക്കെ ഫാമിലീസിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കണോമിക്കലി ആയിട്ട് അവരെ സ്റ്റേബിൾ ആക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും
അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അവർക്ക് നിറവേറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഫാമിലിയുടെ ഫങ്ഷൻസ് ആണ്. പിന്നെ one of the key issues related to the family that changes the functions of the family. Nowadays, there are many chores like washing clothes, dishes, and other laborious work have been reduced during to the mechanization, but there has been the increase in works like going to bank, working in professions, and working at home, etc. So individual contribution to the family may have changed in nature, but not in quantity. According to Bell and Voigt, in the misconception that nuclear families are independent and autonomous in nature, the children are economically dependent on parents and stay on with the parents till they find their feet. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ പോലും അവര് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ പ്രായപൂർത്തിയായിട്ട് അവരുടെ ഓൺ ഫീറ്റിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാലിൽ അവരെ നിൽക്കുന്നത് വരെ അവരുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരള സൊസൈറ്റിയിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത്. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരൊരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ അവരുടെ ഓൺ രീതികൾ ഓൺ വേ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവര് സ്വയം ആയിട്ട് എന്തെങ്കിലും ഒരു ജോലികൾ കണ്ടെത്തുകയും അപ്പം ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ നിൽക്കുകയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ ബേബി കെയർ അല്ലെങ്കിൽ ബേബി സിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പണം ഉണ്ടാക്കി അവരുടെ ജോലിയോടൊപ്പം തന്നെ അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ച് അവരോരോ നിലകളിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതൊരു 10-15 സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അവര് പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റു വർക്കുകളൊന്നും ചെയ്യുന്നത് കൂടുതൽ കണ്ടിട്ടില്ല. കൂടുതലായിട്ടും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠനം കഴിഞ്ഞ് ഒരു ജോലി നേടുന്നത് വരെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പം 1 hour കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കൂടുതൽ നമുക്ക് ഒരേ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. Okay, thank you. Good night.